ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2023 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ വെൻ എവിൽ ലർക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ മനസ്സിന് കട്ടില്ലാത്തവര്, രക്തം കണ്ടാൽ പേടിക്കുന്നവര്, ഇങ്ങനെയുള്ളവരാരും ഈ ഒരു മൂവി കാണാൻ നിൽക്കരുത്. ഒരിക്കലും കണ്ടു തീർക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. അതേപോലെയുള്ള ഒരു മൂവിയാണ്. ഇല്ല, ഏത് തരം മൂവി ഞാൻ കണ്ടു തീർക്കും എന്ന് ധൈര്യമുള്ളവര് ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ ഇപ്പൊ തന്റെ വീട്ടിലെ തന്റെ സഹോദരനായിട്ട് ആ വീടിനകത്ത് നിൽക്കുന്ന സമയത്താണ് വെളിയിൽ ആരോ ഷൂട്ട് ചെയ്യുന്നൊരു ശബ്ദം. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഈ ഒരു സമയത്ത് ആരാണിപ്പോ വേട്ടയ്ക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരൻ പറയും, ഏയ് ഇത് വേട്ടയ്ക്ക് പോകുന്നത് പോലെ തോന്നില്ല, കയ്യിലുള്ള റിവോൾവർ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കാടിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി രാത്രി തന്നെ ഇവരുടെ കയ്യിലുള്ള തോക്കും എടുത്ത് വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ തന്നെ ആ ഒരു ദൂരം, ആ കാട്, ഇരുട്ട് ഇതെല്ലാം കാണുമ്പോൾ സഹോദരന് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയോട് പറയും, ഇല്ല നമുക്ക് ഇപ്പൊ എന്തായാലും പോകണ്ട, രാത്രി പോയി കഴിഞ്ഞാലേ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് രാവിലെ പോകാന്ന് പറയുന്നതും ഹീറോ ആണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ രണ്ടുപേരെ പറഞ്ഞതുപോലെ ഈ കാടിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി കാടിനകത്തേക്ക് ചെന്ന് നോക്കുന്നതും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ കൈ അവിടെ മുറിഞ്ഞിങ്ങനെ കിടക്കുന്നു. അതുമല്ല ആ ഒരു മനുഷ്യന്റെ പാതി ശരീരവും പല ഭാഗങ്ങളായിട്ട് അവിടെ കിടപ്പുണ്ട്, ബാക്കിയൊന്നും കാണാനുമില്ല. അപ്പൊ ആ ഒരു സഹോദരൻ പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് ഇവനൊരു മൃഗം അറ്റാക്ക് ചെയ്തതുപോലെ തോന്നില്ല, എന്തോ മൂർച്ചയുള്ള ആയുധം വെച്ച് കീറി മുറിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുമല്ലാതെ നോക്കുമ്പോഴത്തേക്കും അവിടെ എന്തോ ഒരുപാട് സാധനങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുന്നു. ആ ഒരു ബോക്സ് എല്ലാം എന്താണെന്ന് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഈ ചർച്ചിലെ ഫാദർമാർ യൂസ് ചെയ്യുന്ന അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കാണ് അവർ ചിന്തിക്കുന്നത്, ഒരുപക്ഷെ മരിച്ചുപോയത് ഏതെങ്കിലും ചർച്ചിലെ ഫാദർ ആയിരിക്കോ. അതുമല്ലാതെ ഇവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ബുക്കില് ഒരു ലേഡിയുടെ ID പ്രൂഫ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അത് ആരാണെന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ വീടിനടുത്തായിട്ട് തന്നെയുള്ള ഒരു സ്ത്രീയുടെയാണ്. അപ്പൊ എന്തായാലും ആ ഒരു സ്ത്രീയെ കാണാനായിട്ട് അവരുടെ ബന്ധുവോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആരെങ്കിലും ഒരാളായിരിക്കാം ഈ മരിച്ചു കിടക്കുന്നതെന്ന് ഇവർ മനസ്സിലാക്കും. അപ്പൊ ആ ഒരു സ്ത്രീയുടെ പേര് മറിയ എന്നാണ്. ഇവര് രണ്ടുപേരും നേരെ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അല്ല മറിയ എങ്ങനെയുണ്ട്, 2-3 ദിവസമായിട്ട് ഇപ്പൊ ആളെ തന്നെ കാണാനില്ലല്ലോ. ഓക്കെ ശരി, ഇന്നലെ രാത്രി ഈ കാടിനുള്ളിൽ ആരെങ്കിലും വെടിവെക്കുന്ന ശബ്ദം എന്തെങ്കിലും കേട്ടിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നീ ആർക്കെങ്കിലും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു ഫാദർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു, എന്റെ മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുന്നതും അവരും അങ്ങ് ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ചാൽ സ്വന്തം മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഫാദറിനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അപ്പൊ അവർ രണ്ടുപേരും എന്താണെന്നെല്ലാം ചോദിച്ചിട്ട്, ശരി ഞങ്ങൾ അവനെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ച് നേരെ വീടിനകത്തേക്ക് കയറുന്നത്. കാണുന്ന കാഴ്ച എന്താണെന്ന് നോക്കുമ്പോൾ അവരുടെ മകനെ കാണിക്കുമ്പോഴത്തേക്കും അത്രയും വലിയ ശരീരമുള്ള ഒരാള്, ശരീരമെല്ലാം ജീർണിച്ച് അഴുകി പലയിടങ്ങളിലും മുറിവെല്ലാം സംഭവിച്ച് ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിങ്ങളുടെ മകൻ എന്താ സംഭവിച്ചേ, എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അതെന്തോ ഒരു അസുഖമാണെന്നാണ്, അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു, പക്ഷെ ഒരു ഡോക്ടറെ കൊണ്ടും അവനെ ശരിയാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവന്റെ ശരീരത്തിനുള്ളിൽ ഒരു സാത്താൻ ഉണ്ടെന്നും ആ ഒരു സാത്താൻ ഇവന്റെ ശരീരം എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയുന്നതും ഇവർ ചോദിക്കും, അല്ല എത്ര നാളായിട്ട് ഇവൻ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ 1 വർഷമായിട്ട് ഇവൻ ഈ ഒരു അവസ്ഥയിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് അവരിങ്ങനെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഹീറോ നല്ല ദേഷ്യത്തില്, 1 വർഷമായിട്ട് അവനവന്റെ ജീവന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്, എന്നിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ആരോടും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പോലീസിനോടെല്ലാം പറഞ്ഞിരുന്നു, പക്ഷെ ആരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത് പോലുമില്ല. അതുകൊണ്ട് ഇനി അവൻ ഈ ഒരു വേദന അനുഭവിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഒരു ഫാദറിനെ കൊണ്ടുവന്ന് അവന്റെ ഉള്ളിൽ ആ ഒരു സാത്താനെ കൊന്ന് ഇതെല്ലാം അവസാനിപ്പിക്കാതെ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഹീറോ ആയാലും നല്ല ദേഷ്യപ്പെട്ടിട്ട്, നിങ്ങളെന്താ ഈ ഭ്രാന്തന്മാരെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ എന്തോ ഒരു അസുഖമാണ്, അത് ശരിയാക്കാനുള്ളത്, വെറുതെ സാത്താനും അതെന്നെല്ലാം പറഞ്ഞ് അവനെ കൊല്ലാനായിട്ട് നോക്കുവാണോ, എന്തായാലും ഈ ഒരു കാര്യം പോലീസിനോട് പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അവന്റെ സഹോദരനും നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് ചെന്നിട്ട് ഇതേപോലെ പോലീസുകാരോട് പറയും, ഇതേപോലെ മറിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ നിങ്ങളോട് എന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ അത് പോയി ഒന്ന് അന്വേഷിച്ച പോലുമില്ല എന്നെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയും, അല്ല ഏത് മറിയ, അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് പരാതി ഒന്നും കൊടുത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ അവർക്ക് അറിയാത്തതുപോലെയാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അറിയാം, പക്ഷെ അവന്റെ ശരീരം നീ കണ്ടില്ലേ, അഴുകി പോയിട്ട് ഇതുപോലെ ഒരു ശരീരം ഞങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല, ഇനി അവന്റെ ശരീരത്തിന്റെ അടുത്തേക്ക് വന്ന് അവനെ തൊട്ട് ഞങ്ങൾക്കും ആ ഒരു അസുഖം വരാനും, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടൊന്നും അത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഹീറോ ആണെങ്കിൽ ദേഷ്യം കാരണം ആ ഒരു പോലീസുകാരോട് വഴക്കുണ്ടാക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു നാട്ടിലൊരു പണക്കാരനായിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ സ്ഥലത്താണ് ഇവരെല്ലാം താമസിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ അയാളെടുത്ത് ചെന്നിട്ട് ഇതേപോലെ മറിയ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ മകനെ പറ്റി ഇവരിങ്ങനെ പറയും. അതുമല്ല ഞങ്ങൾ ഈ ഒരു കാര്യം പോലീസിനോടെല്ലാം പറഞ്ഞിരുന്നു, പക്ഷെ അവരാണെങ്കിൽ ഇത് മൈൻഡ് പോലും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു ഒറ്റ വാക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാലേ അവരെന്തായാലും ഈ ഒരു കേസ് എടുക്കും, ആ ഒരു പയ്യന്റെ ജീവനാണെങ്കിൽ രക്ഷിക്കാൻ കഴിയും എന്നിങ്ങനെ പറയുന്നതും അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹേയ് നീ പറയുന്നതെല്ലാം എനിക്കറിയാത്ത കാര്യങ്ങളാണെന്നാണോ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതുമല്ല മറ്റൊരു കാര്യം നിനക്കറിയോ, നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്, മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് വരെ
ഭ്രാന്ത് പിടിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇതിനെല്ലാം കാരണം ആരാണെന്നറിയോ? അത് അവനാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ അവരുടെ മകനെയും കൂട്ടി ഈ ഒരു നാട് വിട്ട് പോകാൻ പറ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ആ ഒരു പയ്യനെ കൊല്ലും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇയാളോട് പറയാൻ വന്നിട്ട് അയാളുടെ അടുത്തു നിന്ന് എന്തായാലും ഒരു സഹായം കിട്ടത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഹീറോ ഒക്കെ അവിടെ നിന്ന് പോകുന്നതും അയാളാണെങ്കിലും നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് അയാൾക്കും അടങ്ങിയിരിക്കാനായിട്ട് കഴിയുന്നില്ല. ആ അസുഖമായിട്ട് കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരുത്തനെ കൊല്ലാൻ വേണ്ടി ഒരു ഷോട്ട് ഗണ്ണും എടുത്ത് നേരെ മറിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നേരെ അകത്തേക്ക് കയറിയിട്ട് ആ ഒരു തോക്കെടുത്തവന്റെ തലയിലേക്ക് വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും മറിയ എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ അമ്മയുണ്ടല്ലോ, അവര് പെട്ടെന്ന് വന്നിട്ട് പറയും, സാർ പ്ലീസ് അവനെ കൊല്ലരുത്, കൊന്നു കഴിഞ്ഞാല് അവന്റെ ശരീരത്തിനുള്ളിലുള്ള ആ ഒരു സാത്താൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറും, അത് കഴിഞ്ഞ് നിങ്ങളുടെ കുടുംബത്തെ തന്നെ അത് ഇല്ലാതാക്കുമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ ആ ഒരു തോക്ക് തലയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പൊ അവനെ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അയാളൊന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെ അയാൾ നേരെ കാറിനടുത്തേക്ക് വന്നിരുന്ന് അതിനകത്ത് കിടന്നങ്ങ് ഉറങ്ങും, വീട്ടിലേക്ക് പോകുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും സഹോദരനും നേരെ ഇവിടേക്ക് വന്നിട്ട് അയാൾ ചെയ്യാൻ പോയ ആ ഒരു കാര്യത്തെ പറ്റി ചോദിച്ചിട്ട് ഇവര് നല്ല രീതിയിൽ അയാളെ വഴക്ക് പറയും. അപ്പോഴേക്കും അയാൾ പറയും, ദേ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാനായിട്ട് മനസ്സില്ല, എന്റെ സ്ഥലത്ത് അവനും അവന്റെ അമ്മയും ഇനി ഉണ്ടാവാൻ പാടില്ല, വണ്ടിയിൽ എടുത്തിട്ട് എവിടേക്കാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ എവിടെയെങ്കിലും കൊണ്ടുവിടാന്നല്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഓക്കെ, ഒരു വിധത്തിൽ അത് ശരി തന്നെയാണ്, ഈ ഒരു പയ്യനെ ഇവിടെ വെച്ച് കൊല്ലുന്നതിനും പകരം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും അവൻ മരിക്കാതെ രക്ഷപ്പെടുമല്ലോ. ആ ഒരു രീതിയിൽ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവനെ അവിടെ നിന്ന് എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ബെഡിലേക്ക് തൊടാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവന്റെ അമ്മ പറയുന്നത്, അയ്യോ എന്റെ മകനെ ഒന്ന് ചെയ്യരുത് പ്ലീസ്, അവനെ തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു ശാപം നിങ്ങൾക്ക് കേൾക്കും, നിങ്ങൾ ഒരിക്കലും അത് വെറുതെ വിടത്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവരതൊന്നും കേൾക്കാതെ അവനെ പൊക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവരെ കൊണ്ട് കഴിയുന്നില്ല, അത്രയും ഭാരം പൊക്കിയെടുത്ത് താഴേക്ക് വെക്കാനായിട്ട് വരുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നേരെ താഴേക്ക് ഒന്ന് വീഴും. താഴേക്ക് വീഴുമ്പോഴത്തേക്കും അവന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു നാറ്റം അത് ഇവർക്ക് സഹിക്കാൻ പോലും കഴിയുന്നില്ല. എന്നിരുന്നാലും ഇവരെന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു ബെഡ്ഷീറ്റോടെ തന്നെ അവനെ പൊക്കിയെടുത്ത് നേരെ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ആ ഒരു ബെഡ്ഷീറ്റ് ആണെങ്കിൽ കീറിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ബെഡ്ഷീറ്റ് ഒരു ചുരുട്ടി അവനെ അങ്ങനെ തൂക്കിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാന്നുള്ള രീതിയിൽ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമം കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരമായിട്ട് ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു, എവിടെയാണ് കൊണ്ടിടേണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ അയാളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവൻ എവിടെയെങ്കിലും ഇട്ടിട്ട് നമുക്ക് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് റോഡിലൊരു ചെറിയ പയ്യൻ അവനെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പെട്ടെന്ന് വണ്ടി തിരിക്കുന്നതാണ്. എന്തോ ഭാഗ്യത്തിന് ആ ഒരു ചെറിയ പയ്യൻ എന്തായാലും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും കുറെ ദൂരം വന്നിട്ടാണ് ശരി ഇതായിരിക്കും നല്ല സ്ഥലം, ഇവിടെ തന്നെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയിട്ട് ബാക്ക് വന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ ഇയാളെ അവിടെ കാണാനില്ല. അപ്പോഴേക്കാണ് ഇവർ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഇവർ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ പയ്യനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി പെട്ടെന്ന് തിരിച്ചല്ലോ. ആ ഒരു സമയത്ത് വണ്ടിയിൽ നിന്ന് അവന്റെ ശരീരം എവിടെയെങ്കിലും വീണ് കാണും എന്നുള്ള രീതിയിൽ ഇവർ അന്വേഷിക്കാൻ നിൽക്കത്തില്ല. എന്തായാലും അവന്റെ ശരീരം എവിടെ പോയല്ലോ, അത്രയും നല്ലതെന്നും പറഞ്ഞിട്ട് കൂടുതലൊന്നും അന്വേഷിക്കാതെ ഇവർ നേരെ തിരിച്ചു വരും. അങ്ങനെ ആ ഒരു പണക്കാരനുണ്ടല്ലോ അയാളെ വീട്ടിൽ ചെന്നിട്ട് ഒരു വല്ലാതിരിക്കുമ്പോഴത്തേക്കും അയാളുടെ ഭാര്യയാണെങ്കിലും പെട്ടെന്ന് വീടിന് വെളിയിലേക്ക് വന്നിട്ട് എന്തോ ഒന്ന് കണ്ട് പേടിച്ചിട്ട് അയാളെങ്ങനെ വിളിക്കുമ്പോഴത്തേക്കാണ് അയാൾ പേടിച്ച് വീട്ടിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇവർ വളർത്തുന്ന കുറെ ആടുകളുണ്ട്. അതിനിടയിൽ ഒരു ആട് മാത്രം വ്യത്യസ്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവർ കൊണ്ടുപോയി കളഞ്ഞ ആ ഒരു പയ്യന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു സാധാരണ ഇപ്പോൾ ഈ ഒരു ആടിന്റെ ശരീരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോഴേക്കും അയാൾ എന്താ ചെയ്യുന്ന വെച്ചാൽ വീടിനകത്ത് നിന്ന് ആ ഒരു തോക്കെടുത്തുകൊണ്ട് വന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആടുകളെല്ലാം പേടിച്ച് അവിടെ നിന്ന് ഓടുന്നുണ്ട്. പക്ഷെ ആ ഒരു സാത്താൻ കയറിയ ആ ഒരു ആട് മാത്രം അയാളെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ അവന് നല്ല ദേഷ്യം വരത്തില്ലേ. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാല് തോക്കെടുത്ത് ആടിനെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതും ആ ഒരു ഭാര്യ പുറകെ വന്നിട്ട് അയ്യോ ഇപ്പൊ ഒന്നും ചെയ്യരുത്, ഒരു പക്ഷെ അതിനെ കൊന്നു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നുള്ള രീതിയിൽ അതിനെ ഷൂട്ട് ചെയ്യേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവൻ കേൾക്കുന്നില്ല. അവൻ അങ്ങനെ തോക്കം വെച്ചുകൊണ്ട് നിൽക്കുന്നതും ഈ ഒരു ആട് തന്നെ മുന്നിലേക്ക് വന്നിട്ട് അതിനെ ഷൂട്ട് ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനെ വന്ന് നിൽക്കാണ്. പക്ഷെ അവനാണെങ്കിലും വേറെ നിവർത്തിയില്ലാതെ ആ ഒരു ആടിനെ ഷൂട്ട് ചെയ്യുന്നതും ആ ഒരു ഭാര്യ എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു കോടാലി എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റ വെട്ട്. അങ്ങനെ ആ ഒരു ഭർത്താവിനെ കൊന്നതിന് ശേഷം അവർ ആ ഒരു കോടാലി എടുത്ത് അവരുടെ തലയിലേക്ക് ഒരു ഒറ്റ വിട്ട് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വെച്ച് മരിച്ചു. അതേസമയം ആ ഒരു സാത്താനാണെങ്കിലോ ഇപ്പൊ ആ ഒരു ആടിന്റെ ശരീരത്തിൽ നിന്നും പലരുടെ ശരീരത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയും അവന്റെ സഹോദരനും ആ ഒരു പയ്യനെ എന്ത് സംഭവിച്ചെന്നറിയാതെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്ത് സംഭവിച്ചാണ്, ആരെങ്കിലും രക്ഷിച്ചാണോ എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് വീടിന്റെ ഡോർ ആരും ഇങ്ങനെ മുട്ടുന്നത് പോലെ വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പയ്യൻ ആ ഒരു അമ്മമ്മയുടെ രണ്ടാമത്തെ മകനാണ്. അപ്പൊ ഈ ഒരു പയ്യൻ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് അപ്പൊ നിങ്ങൾ കാര്യം അറിഞ്ഞില്ലേ, ഇതേപോലെ നമ്മുടെ ഗ്രാമത്തിലെ ആ ഒരു പണക്കാരൻ അയാൾ മരിച്ചു, അതേപോലെ തന്നെ അയാളുടെ ഭാര്യയുടെ തലയിലും കോടാലി കൊണ്ട് വെട്ടി ആ ഒരു ഭാര്യയെ മരിച്ചു, കൂടാതെ എന്റെ വീട്ടിലെ എന്റെ അമ്മയും കാണാനില്ല, അതുകൊണ്ട് എനിക്ക് വീട്ടിലിരിക്കാനായിട്ട് പേടിയാണ് എന്നും പറഞ്ഞിട്ടാണ് അവൻ ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ അവൻ പറയും, അല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചോട്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോ എന്തായാലും വീടിനകത്തേക്ക് കരുതില്ല, അടുത്തുള്ള തൊഴുത്തുണ്ടല്ലോ അതിനടുത്തേക്ക് അവനെ പറഞ്ഞു വിടും. അതുമല്ല രാത്രിയാവും തോറും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ നല്ല പേടിയായി തുടങ്ങി.
ഇവിടെ നടക്കുന്ന കാര്യങ്ങളും അവൻ കേട്ട കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. കാരണം ആ ഒരു പയ്യന്റെ ശരീരം അവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. അതുമല്ലാതെ മറ്റൊരു പേടിയും കൂടിയുണ്ട്, ഇവരും അവന്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരു പക്ഷേ ഇവരുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി അവനുണ്ട്. തന്റെ കുടുംബത്തിനെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ള രീതിയിലും അവൻ ഇങ്ങനെ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഹീറോയ്ക്ക് ഒരു കുടുംബമുണ്ട്. അവന്റെ ഭാര്യയും കുട്ടികളും അവനെ വിട്ട് മറ്റൊരിടത്ത് പോയാണ് താമസിക്കുന്നത്. അങ്ങനെ ഇവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ തന്റെ സഹോദരനെ വിളിച്ചിട്ട് അവന്റെ ഭാര്യനെ കുട്ടികളെ കാണാനായിട്ട് അവിടേക്ക് ചെന്നിട്ട് ഡോറിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കാണ് ഡോർ തുറക്കുന്നത് വേറൊരുത്തൻ. അതാരാണെന്ന് വെച്ചാൽ അവന്റെ ഭാര്യയുടെ രണ്ടാമത്തെ ഭർത്താവ്. അപ്പോഴേക്കും അവൻ പറയും, ഹേയ് നീ എന്തിനാ ഇവിടെ വന്നേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹീറോ പറയും, ഹേയ് ഇല്ലില്ല, എന്റെ ഭാര്യയും കുട്ടികളെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് പെട്ടെന്ന് അകത്തേയും കയറും. എന്നിട്ട് അവൻ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സെല്ലാം അഴിച്ചിങ്ങനെ മാറ്റിയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ ഇന്നലെ അവരുടെ ശരീരം എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം അഴിച്ചിടുമ്പോഴത്തേക്കും അവന്റെ ഭാര്യ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന്, ഹേയ് നീ ഇവിടെ എന്താ ചെയ്യുന്നേ, നീ ഇനി എന്ത് വന്ന് കാണിച്ചാലും എന്റെ കുട്ടികളെ നിന്നോടൊപ്പം ഞാൻ വിടത്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഹേയ് ഞാൻ നിന്നോട് വഴക്കിടാനല്ല വന്നത്, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു തീപ്പെട്ടിയും അതേപോലെ തന്നെ പുതിയ ഡ്രസ്സും കൊണ്ടുപോവാ. ഞാൻ ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് എന്തായാലും എനിക്ക് കത്തിച്ച് കളഞ്ഞേ പറ്റൂ എന്നിങ്ങനെ പറയുന്നതും ആ വീട്ടിൽ വളർത്തുന്ന ഒരു നായയുണ്ട്. അത് വന്നിട്ട് ഹീറോ ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ അഴിച്ചിട്ടിരുന്ന അതിൽ വന്നിട്ട് ഇങ്ങനെ മണം പിടിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ ആണെങ്കിൽ ആ ഒരു ഡ്രസ്സെല്ലാം വെളിയിലേക്ക് കൊണ്ടുവന്ന് അത് കത്തിച്ച് കളയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഈ ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 2 കുട്ടികൾ നമ്മുടെ ഹീറോയിലുണ്ടായത്, പിന്നെ ഒരു ചെറിയ കുട്ടിയുണ്ട്, അതാണെങ്കിൽ രണ്ടാമത്തെ ആ ഒരു ഭർത്താവിലുണ്ടായത്. ഹീറോയുടെ 2 കുട്ടികളിൽ ഒരു പയ്യനാണെങ്കിൽ എന്തോ ഒരു അസുഖമുണ്ട്, എപ്പോഴും വിറയിൽ വന്നതുപോലെ അതുപോലെയൊക്കെ ഉണ്ടാവും. അതുപോലെ ഹീറോയുടെ വന്നതിന് ശേഷം ഒരു നിമിഷം പോലും നിർത്താതെ അവന്റെ ഭാര്യ അങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ വിളി, ഇവരെ വിളി, പോലീസിനെ വിളി എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം, ഈ ഭ്രാന്ത് പിടിച്ചതുപോലെ. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും എന്തായാലും നമ്മുടെ ഹീറോ അവരെ ഡിവോഴ്സ് ചെയ്തത്. അപ്പൊ ഹീറോ ആണെങ്കിലും തന്റെ ഭാര്യയുടെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഈ വീട്ടിലൊരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇവർ വളർത്തുന്ന ആ ഒരു നായയുടെ അടുത്ത് നിൽക്കാണ്. അതുപോലെ ആ ഒരു നായാണെങ്കിൽ ഹീറോ കൊണ്ടുവന്ന ആ ഒരു ഡ്രസ്സ് മണപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കാണിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് ആ ഒരു നായ പെട്ടെന്ന് ആ ഒരു ചെറിയ പെൺകുട്ടിയെ കടിക്കാൻ തുടങ്ങും. പക്ഷെ ആദ്യ സമയത്താണെങ്കിൽ ഇവരാരും അത് ശ്രദ്ധിക്കുന്നില്ല. അവിടെ ഒരു ചെറിയ പയ്യനുണ്ട്, അവനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഇവരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. പേടിച്ചങ്ങനെ ഇരിക്കാണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സീൻ ഞാൻ റീലിൽ എവിടെ കണ്ടിട്ടുണ്ട്, പക്ഷെ അന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ഒരു നായ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ തലയും കടിച്ചിട്ട് അതിനെ എടുത്ത് വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോഴേക്കാണ് ഇവരും അത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ആ ഒരു ആദ്യ ഭർത്താവ് നമ്മുടെ ഹീറോയും ആ നായനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ ഇങ്ങനെ ഓടി പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് ദൂരെ ഓടിയിട്ടും ഇവരെ കൊണ്ട് കഴിയുന്നില്ല. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ ഓടാൻ പോലും കഴിയുന്നില്ല. അപ്പോഴേ ഹീറോ പെട്ടെന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് ഇനി തന്റെ 2 മക്കളും കൂടി ഉണ്ട്, അവരെങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു രണ്ടാമത്തെ ഭർത്താവ് ഉണ്ടല്ലോ, അവ നേരെ വീടിനകത്തേക്ക് കയറി വന്ന് ആ ഒരു നായനെ കൊല്ലാന്നും പറഞ്ഞ് ഒരു തോക്കും എടുത്ത് വെളിയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഹേയ് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ, ഒരു കാരണവശാലും നീ ആ ഒരു നായനെ ഇതുകൊണ്ട് ഷൂട്ട് ചെയ്യരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്കായിരിക്കും പ്രശ്നം. അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സാധനം നിന്റെ ശരീരത്തിലേക്ക് കയറും, പിന്നീട് നിന്നെ കൊല്ലുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവൻ അതൊന്നും കേൾക്കാതെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലും ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് പോലീസുകാരൻ വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആയാലും അവരോട് കാര്യം പറയും, ഇതേപോലെ ഒരു നായ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ടുപോയി, എങ്ങനെയെങ്കിലും അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ, അതുമല്ല ഒരു കാരണവശാലും അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ട് ഹീറോ അവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു തോക്ക് ഫയർ ആവുന്ന ശബ്ദം. എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഹീറോ പറഞ്ഞത് കേൾക്കാതെ രണ്ടാമത്തെ ആ ഒരു ഭർത്താവുണ്ടല്ലോ, അവൻ ആ ഒരു നായയെ ഷൂട്ട് ചെയ്ത് കൊന്നിരുന്നു. ഇനിയിപ്പോ തന്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് ഹീറോ നേരെ വീടിനടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ മറ്റൊരു ടെസ്റ്റ്. നായ എടുത്തുകൊണ്ട് പോയ ഒരു ചെറിയ പെൺകുട്ടിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, അവളുടെ ശരീരത്തിലാണെങ്കിൽ ഒരു മുറിവ് പോലും സംഭവിച്ചിട്ടില്ല. പക്ഷെ അത്രയും കണ്ടിട്ടും ഹീറോയ്ക്ക് അതെന്തായാലും ശരിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്റെ 2 മക്കളെയും കൊണ്ട് അവിടെ നിന്ന് പോകാന്നുള്ള രീതിയിൽ അവര് 2 പേരെ എടുത്ത് കാറിലേക്ക് കൊണ്ടിരുത്തി അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് നിൽക്കുന്നതും വെളിയിൽ ആ ഒരു ചെറിയ പെൺകുട്ടിയെ കാണിക്കുമ്പോൾ അവൾ അവളുടെ അമ്മയെ നോക്കിയിട്ട്, അമ്മ അച്ഛൻ അമ്മയെ കൊല്ലാൻ പോവാണ്. അച്ഛൻ കാറിൽ വീട്ടിലേക്ക് വരും, അത് കഴിഞ്ഞ് ഡും എന്നൊരു ശബ്ദം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവരുടെ അമ്മയ്ക്കാണെങ്കിൽ എന്താണ് അവൾ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ കാർ എടുത്ത് ആ 2 കുട്ടികളെ കൊണ്ട് വെളിയിലേക്ക് വരുന്നതും കറക്റ്റ് കാണിക്കുമ്പോഴത്തേക്കും അവർ രണ്ടാമത്തെ ഭർത്താവ് ഉണ്ടല്ലോ, അവനൊരു കാർ എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു ചെറിയ പെൺകുട്ടിനെയും അവന്റെ ഭാര്യനെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ്. ഇത് കാണുന്നതും ഹീറോ ആണെങ്കിൽ കാർ എടുത്ത് അവിടുന്ന് തന്റെ കുട്ടികളെ കൊണ്ട് പോവാണ്. അതേസമയം കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു രണ്ടാമത്തെ ഭർത്താവ് ഉണ്ടല്ലോ, അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൻ അങ്ങനെ കാറിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ഇപ്പോഴും കുഴപ്പമില്ല. അവൾ അങ്ങനെ എഴുന്നേറ്റിട്ട് അമ്മ മരിച്ചു എന്നുള്ള രീതിയിൽ അവൾക്കൊരു വിഷമമില്ല, അവളിങ്ങനെ ചാടി ചാടി കളിക്കുകയെല്ലാം ചെയ്യുന്നു. അതേസമയം ഹീറോയുടെ സഹോദരനാണെങ്കിൽ അവന്റെ അമ്മയെ കാണാനായിട്ട് പോയിരുന്നു. ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മുടെ ഹീറോയും വരുന്നത്. അപ്പോൾ തന്റെ കൊച്ചുമക്കളെ കാണുമ്പോഴത്തേക്ക് ആ അമ്മയ്ക്ക് നല്ല സന്തോഷമായി. അപ്പൊ അവർ ചോദിക്കും, അല്ല നിന്റെ ഭാര്യയുടെ പിണക്കൊല്ലാം മാറിയോ, അവളിപ്പോ എവിടെയാ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ ഒന്നും മിണ്ടത്തില്ല. അങ്ങനെ ഇവരെല്ലാവരെയും വിളിച്ചിട്ട് ഹീറോ ഇപ്പൊ മറ്റൊരിടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കാറിൽ പോകുമ്പോഴത്തേക്കാണ് ഹീറോയുടെ രണ്ടാമത്തെ മകൻ ആ അമ്മമ്മയോട് ചോദിക്കുന്നത്, അമ്മമ്മ ഈ ദുഷ്ടശക്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു മുത്തശ്ശി പറയും, എനിക്ക് നല്ലതുപോലെ അറിയാലോ, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് ദൈവത്തിനോടുള്ള ആ ഒരു വിശ്വാസം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇത് പ്രതീക്ഷിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു സാത്താൻ ഭൂമിയിലേക്ക് എപ്പോ വരാന്ന്
പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അതുപോലെ അത് ഈ ഒരു ദുഷ്ടപിശാചികൾ പല രീതിയിലുണ്ട്. അതിലൊന്ന് ലൂസിഫർ, മാമൻ, ഇങ്ങനെ 2-3 പേരുകളെ പറഞ്ഞിട്ട് ഇതുപോലെ ഒരുപാട് പിശാചുകളുണ്ട്. അതിലേതെങ്കിലും ഒരു പിശാചിന് ഭൂമിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ ശരീരം ആവശ്യമാണ്. ആ ഒരു ശരീരം വെച്ചിട്ടായിരിക്കും ആ ഒരു പിശാചി ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നത്. അതുപോലെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് മാസങ്ങൾ വേണ്ടി വരും. അതുപോലെ അത് ഈ ഒരു പിശാചി ജനിക്കുന്നതിന് മുന്നേ മറ്റേതെങ്കിലും മനുഷ്യരുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരെ തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഷൂട്ട് ചെയ്തവരുടെ ശരീരത്തിലേക്ക് പോകും. അത് കഴിഞ്ഞ് വൈറസ് പോലെ പലരുടെയും ശരീരത്തിലേക്ക് ഇങ്ങനെ മാറി മാറി പ്രവേശിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള രീതിയിൽ ഈ ഒരു മുത്തശ്ശിയാണെങ്കിലും അവനിങ്ങനെ കഥയെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഹീറോ ഇത് കേട്ടിട്ട് അമ്മ എന്തായി പറയുന്നത്, ആവശ്യമില്ലാതെ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കാണ് ഹീറോയുടെ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഹീറോയുടെ ഭാര്യയാണ്. അപ്പൊ മരിച്ചുപോയ തന്റെ ഭാര്യ ഇപ്പൊ എങ്ങനെയാ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ ഹീറോ നേരെ കുറച്ച് ദൂരേക്ക് മാറിപ്പോയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കാണ് അത് സംസാരിക്കുന്നത് ഹീറോയുടെ ഭാര്യ തന്നെയാണ്. പക്ഷെ അവളുടെ സംസാരത്തിന്റെ ആ ഒരു രീതി മാത്രം മാറിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്രയും നിന്നോട് പറഞ്ഞു എന്റെ കുട്ടികളെ കൊണ്ടുവരുന്നെന്ന്, പക്ഷെ അതൊന്നും കേൾക്കാതെ നീ എന്റെ കുട്ടികളെ എവിടെ നിന്നും കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് എന്റെ കുട്ടികളെ വേണം. അതുകൊണ്ട് അവരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കുക. അതുമല്ല നിന്നോട് ഞാൻ ജീവിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയില്ലേ? നമ്മുടെ മൂത്ത മകനെ ആ ഒരു അസുഖം ഉള്ളത് കൊണ്ട് വയറിലിരിക്കുമ്പോൾ തന്നെ നീ അവനെ കൊല്ലാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നിന്നെ വിട്ട് ഞാൻ മറ്റൊരാളോട് ജീവിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് നീ ഒരു ധൈര്യമില്ലാത്തവനാണ്, ഒരു കൊലയാളി എന്നെല്ലാം അവനോട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നീ എന്റെ ഭാര്യയല്ല, നീ ഒരു സാധാരണാണെന്നും പറഞ്ഞ് ആ ഒരു ഫോൺ താഴേക്ക് എറിഞ്ഞു ഉടച്ച് ആ ഒരു ഫോൺ ചവിട്ടി പൊട്ടിച്ച് ദൂരേക്ക് എറിയുന്നതും ആ ഒരു സഹോദരൻ്റെ അടുത്തേക്ക് വന്ന് ഹേയ് നിനക്കിപ്പോൾ എന്താ പറ്റിയേ, എന്തിനാ നിന്റെ ഭാര്യ സംസാരിക്കുമ്പോഴത്തേക്ക് നീ ഫോൺ ഇങ്ങനെ എടുത്ത് എറിഞ്ഞു കളയുന്നേ എന്ന് ചോദിക്കുമ്പോൾ നിനക്കറിയോ എന്റെ ഭാര്യ മരിച്ചുപോയി, അവളുടെ 2ാമത്തെ ഭർത്താവാണ് അവളെ വണ്ടി ഇടിച്ച് കൊന്നത്, ഈ ഒരു കാര്യം ഞാൻ നേരിട്ട് കണ്ടതും കൂടിയാണ് എന്ന് പറയുന്നത്. അവൻ ചോദിക്കും ഏയ് അങ്ങനെയാണെങ്കിൽ അവളെങ്ങനെ നിന്നെ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കിപ്പോൾ നിന്നോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ ചുറ്റിനും എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു സഹോദരനായാലും കാര്യം മനസ്സിലായിട്ട് അവന് നമ്മുടെ ഹീറോയെ സമാധാനിപ്പിച്ച് ഓക്കെ ശരി എനിക്കറിയാവുന്ന ഒരു മന്ത്രവാദിനി സ്ത്രീയുണ്ട്, നമുക്ക് അവരെ പോയി ഒന്ന് കാണാം. അതുമല്ല അവരെ വീട്ടിൽ പോയിട്ട് നമ്മളെല്ലാവരും താമസിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കുമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവരായാലും എതിർപ്പൊന്നും പറയാതെ ഇവരെല്ലാവരും വീടിനകത്തേക്ക് കയറ്റിയാണ്. രാത്രിയാകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയുടെ ആ ഒരു വയ്യാത്ത മകനുണ്ടല്ലോ അവൻ മാത്രം ഈ വീടിനകത്തേക്ക് കയറുന്നില്ല. അവൻ പറയും ഞാൻ കാറിനകത്ത് തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറാതെ വെളിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഹീറോ ആയാലും അവന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ കാറിനകത്ത് തന്നെ വന്ന് കിടക്കുകയും ചെയ്യും. അങ്ങനെ വീടിനകത്ത് ബാക്കിയുള്ള എല്ലാവരും നല്ല രീതിയിൽ ഉറങ്ങുകയും ചെയ്യുന്നു. അതേ സമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കും വീടിന് വെളിയിൽ ആ ഒരു കാറിന്റെ കണ്ണാടിയിൽ ആരോ കൈ വെച്ചിട്ട് നടന്നിങ്ങനെ പോവാണ്. പക്ഷെ വയ്യാത്ത ആ ഒരു പയ്യനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം ആ ഒരു മനുഷ്യൻ വീടിനകത്തേക്ക് കയറുന്നതും ആ ഒരു മന്ത്രവാദി എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറക്കുന്നു. അതേസമയം തന്നെ ആ ഒരു മുത്തശ്ശി അവരും കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പയ്യനെ അവന്റെ അമ്മ വന്നിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്. അപ്പോഴേക്കും ആ ഒരു മുത്തശ്ശിക്ക് അറിയത്തില്ലല്ലോ ഇവള് മരിച്ചെന്നുള്ള കാര്യം. അവരാണെങ്കിലും നീ എപ്പോഴാ വന്നേ, നിന്റെ വിഷമമെല്ലാം മാറിയോ, ഞങ്ങളോടുള്ള ദേഷ്യമെല്ലാം മാറിയെന്നെല്ലാം ചോദിച്ച് ഇത്രയും നേരം നീ ഒറ്റയ്ക്കാണോ വന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ അവളുടെ മുഖമാണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെ ഈ ഒരു കാര്യം മുത്തശ്ശി വന്നിട്ട് ഹീറോയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഹീറോ ഓടി നേരെ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ ഭാര്യ ആ ഒരു ചെറിയ പയ്യനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സാത്താൻ അവന്റെ ഭാര്യയുടെ ശരീരത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഹീറോ പറയും ഹേയ് വേണ്ട ഒന്നും ചെയ്യരുതെന്ന് പറയുന്നതും അവള് പെട്ടെന്ന് വീടിന് മുകളിൽ നിന്ന് താഴേക്കെടുത്തൊരു ഒറ്റച്ചാട്ടം. ഹീറോ അവന്റെ സഹോദരനെ ഓടി താഴേക്കൊന്ന് നോക്കുമ്പോൾ അവരെവിടെയും കാണാനില്ല. അപ്പോൾ ഹീറോ ഓടി കാറിലുള്ള 2ാമത്തെ മാനെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവനൊരു കുഴപ്പമില്ല. അങ്ങനെ ഹീറോ നേരെ തിരിച്ച് തന്റെ സഹോദരന്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഇവനെ നല്ലതുപോലെ തന്നെ നോക്കണം, ഞാൻ ഒരു സാത്താനെ പോയി കണ്ടുപിടിക്കട്ടെ, എന്റെ കുട്ടീനെ എങ്ങനെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോ നേരെ അവന്റെ ഭാര്യ അന്വേഷിച്ച് ഇങ്ങനെ പോവാണ്. അതേസമയം കാറിനടുത്തേക്ക് ആ ഒരു മന്ത്രവാദി വന്നിട്ട് ഇപ്പൊ ആ ഒരു പയ്യനല്ല നമുക്ക് ആവശ്യം, കാറിലിരിക്കുന്ന ഈ ഒരു പയ്യനാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു സഹോദരൻ ചോദിക്കും അല്ല ഇവനെന്താ കുഴപ്പം, ഇവൻ നല്ലതുപോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ആ ഒരു മന്ത്രവാദി പറയുന്നത് അതല്ല ഈ ഒരു പയ്യന്റെ ശരീരത്തിലാണ് ഇപ്പൊ ആ ഒരു സാത്താനുള്ളത് എന്നിങ്ങനെ പറയുന്നത്. അവന്റെ കൈ നോക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത രീതിയിൽ കൈയെല്ലാം ഇങ്ങനെ മാറുകയാണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലും ഒരുപാട് അന്വേഷിച്ച് അവരെ കണ്ടു കിട്ടാത്തത് കൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു മന്ത്രവാദി ലേഡി ഹീറോയോട് പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം, ആ ഒരു സാധാരണ ആവശ്യം നിന്റെ പേടിയാണ്, നിന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള നിന്റെ ആ ഒരു പേടിയാണ് ആ ഒരു സാത്താൻ ഇതെല്ലാം ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ കുട്ടികളെ അന്വേഷിച്ച് വീണ്ടും വീണ്ടും ആ ഒരു സാത്താൻ ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് നിന്റെ കുട്ടികളെ അന്വേഷിച്ച് പോയിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല, ആ ഒരു സാത്താൻ എന്തായാലും അവരെ കൊല്ലും. അതുമല്ലാതെ ഇതിനെല്ലാം കാരണം ആ ഒരു അഴുകിപ്പോയ ശരീരമാണ്. അതുകൊണ്ട് ആ ഒരു ശരീരം എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് പോയിട്ട് ആ ഒരു ശരീരം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. നിന്റെ സഹോദരനാണെങ്കിൽ നിന്റെ കുട്ടികളെ അന്വേഷിച്ച് നിന്റെ മകനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഒരു 2ആയിട്ട് ഇങ്ങനെ പിരിയാണ്. അങ്ങനെ ഇവർ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയുടെ ആ ഒരു മന്ത്രവാദിനി ലേഡി ഒരു കാര്യം ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവർ രണ്ടുപേരും ഒരു ചർച്ച വെച്ച് നടത്തിയിരുന്നു. അങ്ങനെ നടത്തുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ സാത്താൻ ബാധിച്ച ഒരാളെ ഇവർ കാണുന്നത്. പക്ഷെ ആദ്യമാണെങ്കിൽ ഈ ഒരു സാത്താനെ പറ്റി ഇവർക്ക് കൂടുതലൊന്നും അറിയാത്തത് കൊണ്ട് അതിനെപ്പറ്റി വലിയ രീതിയിൽ ഇവർക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ ചർച്ചിന് ചുറ്റുമുള്ള ഒരുപാട് പേര് മരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കാണ് ഈ ഒരു സ്ത്രീ ഒരുപാട് മോങ്സിനെ കാണാൻ തുടങ്ങിയത്. അപ്പൊ അവരാണ് ഈ ഒരു ലേഡിക്ക് ഈ സാത്താൻ കയറിയ മനുഷ്യന്മാരെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആ ഒരു സമയം
സമയം മുതൽ 23 വർഷം ഈ പിശാചുകളെ സാത്താന്മാരെ ഇല്ലാതാക്കുന്ന കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഭർത്താവാണെങ്കിൽ ഈ സാത്താൻ കയറി ഒരാളെ രക്ഷിക്കാനായിട്ട് പോയതാണ്. പക്ഷേ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഒരുപക്ഷെ അന്ന് ഇവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയ ആ ഒരു സാത്താനായിരിക്കും എല്ലാവരുടെ ശരീരത്തിൽ കയറി ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ള കാര്യം അവരിങ്ങനെ പറയുന്നതും. ഇതേപോലെ ആ ഒരു സഹോദരനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോ ആ ഒരു ഭാര്യനെയും മകനെ അന്വേഷിച്ചാണല്ലോ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന വഴിക്ക് പെട്ടെന്ന് കാറിന്റെ ഹെഡ്ലൈറ്റ് ഉണ്ടല്ലോ, അത് അണയുകയും ചെയ്യുന്നു, വീണ്ടും കത്തുന്നു. അതേപോലെ സംഭവിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് റോഡിൽ ആ ഒരു ഭാര്യയും ഹീറോയുടെ മകനെ ഇങ്ങനെ കാണാണ്. അങ്ങനെ അവനാണെങ്കിലും ഈ രാത്രി ഇവളിപ്പോ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള രീതിയിൽ പതിയെ കാർ ഓടിച്ച് മുന്നിലേക്ക് വന്നിട്ട് കണ്ണാടി വഴി പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് ഹീറോയുടെ മകനെ കൊന്ന് ആ ഒരു പയ്യനെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവന് അത്രയും ദേഷ്യമായി പോയി. അതുപോലെ നല്ല പേടിയായി പോയി. ഈ ഒരു ദേഷ്യം കാരണം അവൻ കാർ നല്ല സ്പീഡിൽ കൊണ്ടുവന്ന് ആ ഒരു ഭാര്യ ഒരു മരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറ്റാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോയും ആ ഒരു മന്ത്രവാദി ലേഡിയും കൂടി നേരെ ഒരു സ്കൂളിനടുത്തേക്ക് വരാണ്. അപ്പോഴാണ് ആ ഒരു ലേഡി പറയുന്നത് ഈ പിശാചുകൾക്ക് കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് എന്തായാലും ആ ഒരു സാത്താൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് ഇവർ അകത്തേക്ക് കയറി ആ ഒരു സ്കൂളിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ക്ലാസ് റൂമിൽ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും അതിനകത്ത് ഈ പ്രേതം ബാധിച്ചതുപോലെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ അകത്തേക്ക് ചെന്നിട്ട് ആ ഒരു മന്ത്രവാദി ലേഡിയാണെങ്കിലും എല്ലാ കുട്ടികളോടും ഇങ്ങനെ ചോദിക്കും, അല്ല ആ ഒരു സാത്താൻ എവിടെയാണ്, ഇവിടെ തന്നെ ഉണ്ടോ, എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്കാണെങ്കിലും ഒന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല. അതുമല്ലാതെ ഇതിനു മുന്നേ ഇവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പയ്യൻ കുറുക്കിൽ വന്നിട്ട് ഇവർ ഇടിക്കാതെ ഇങ്ങനെ പോയിരുന്നല്ലോ. ആ ഒരു പയ്യൻ ഇപ്പോൾ അവന്റെ സൈക്കിൾ എടുത്ത് നേരെ ഈ സ്കൂളിലേക്ക് വരുന്നത് നമ്മുടെ ഹീറോ കാണും. അപ്പോൾ ഹീറോ ഓടിച്ചിട്ട്, ഹേയ് മോനെ, നിനക്ക് തന്നെ അറിയോ നമ്മുടെ കാറിന്റെ മുന്നിൽ വന്ന് വീണിട്ട് രക്ഷപ്പെട്ടു പോയ ആ ഒരു പയ്യൻ നീയല്ലേ, നിനക്കറിയാവോ അന്ന് ഞങ്ങളുടെ കാറിൽ നിന്ന് ഒരു ശരീരം താഴേക്ക് വന്ന് വീണു, അതൊരു സാത്താനാണ്, ആ ഒരു സാത്താൻ ഇപ്പോൾ എവിടെയുണ്ട്, ആ ഒരു ശരീരം ഇപ്പോൾ എവിടെയുണ്ടെന്നല്ല ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ ആ ഒരു സൈക്കിളും കൊണ്ട് സ്കൂളിനകത്തേക്ക് തന്നെ കയറി പോവാണ്. അപ്പോൾ ആ ഒരു ലേഡി പറയും, ഹേയ് നീ കുറച്ചു നേരം സമാധാനപ്പെട്, ഈ കുട്ടികളെല്ലാം ആ ഒരു സാത്താൻ ഇപ്പോൾ സംരക്ഷിക്കുകയാണ്, അതുകൊണ്ട് ഇവർ തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും വഴിയുണ്ട് എന്നിങ്ങനെ പറയുന്നതും അകത്തേക്ക് പോയ ആ ഒരു ചെറിയ പയ്യൻ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾ യൂറിയൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനല്ലേ ഇപ്പോൾ അന്വേഷിക്കുന്നത്, അതെ അവനെ തന്നെയാണ് അന്വേഷിക്കുന്നത്, അവനിപ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ എൻ്റെ വീട്ടിലുണ്ട്, ഇപ്പോഴും അവിടെ തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് നിന്റെ വീടെടുത്തില്ല, നിനക്ക് കൂടെ വന്നോടെ ചോദിക്കുമ്പോൾ അവൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് നേരെ സ്കൂളിനകത്തേക്ക് തന്നെ ഓടിക്കയറുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഹീറോ പറയും, ഓക്കെ ശരി, അവൻ്റെ ശരീരം ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, നമുക്ക് പോവാന്ന് പറഞ്ഞ് ഹീറോ ഓടി കാറിനകത്തേക്ക് കയറുമ്പോൾ ആ ഒരു മന്ത്രവാദി ലേഡി പറയും, ഇല്ലില്ല ഇവിടെ എന്തോ തെറ്റായിട്ട് നടക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് ആ ഒരു പയ്യൻ പറഞ്ഞിട്ടുണ്ടോ, അവൻ പറഞ്ഞത് ഒരിക്കലും വിശ്വസിക്കരുത്, അവൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും പോകരുത്, യൂറിയൽ എന്ന് പറഞ്ഞ ആ ഒരാളുടെ ശരീരം എൻ്റെ വീട്ടിലാണുള്ളത്, അവൻ എൻ്റെ വീട്ടിലാണുള്ളതെന്ന് ഇങ്ങനെ പറയുന്നതും ഹീറോ പെട്ടെന്ന് എന്താ നിങ്ങളെല്ലാം കൂടി ഞങ്ങളെ പറ്റിക്കാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു ചെറിയ പെൺകുട്ടിയെ അടിക്കുന്നതും അവളുടെ ഷൂവിൽ എന്തോ ഒരു വെളുത്ത പൊടി ഇങ്ങനെ കിടക്കുന്നു. അതുമല്ല ഇവൻ ആദ്യം ഈ ഒരു സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് കയറുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു പൊടി കണ്ടിരുന്നു, അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടുപേരും നേരെ ആ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിട്ട് അവിടെയുള്ള സ്റ്റേജിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു വെളുത്ത പൊടി ഇങ്ങനെ ഉണ്ട്. അതുമല്ല അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ചുറ്റിയിലും ഉണ്ട്. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഒരു തടി വെച്ചിരിക്കുകയാണ്, ആ ഒരു തടി ചുറ്റിയിലും കൊണ്ട് അടിച്ചിളക്കി അങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് വയസ്സായിട്ടുള്ള ഒരാളുടെ ശരീരം ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴേക്കും ആ ഒരു ലേഡി പറയും, ദേ ഇതാ ഒരു ശരീരമല്ല, ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പേടിക്കരുത്, ഇവിടെ നിന്ന് ഓടിയെ ഒന്നും ചെയ്യരുത്, വണ്ടിയിൽ ഇതിനെല്ലാം ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിൽ, മന്ത്രവാദം ചെയ്യുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ആ വണ്ടിക്കകത്ത് തന്നെ ഇരിപ്പുണ്ട്, അതെല്ലാം നീ പതിയെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരണം എന്നിങ്ങനെ പറയുന്നതും ഹീറോ പതിയെ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അതേസമയം ഇവിടെയുള്ള ഒരു ചെറിയ പെൺകുട്ടി ഈ ഒരു മന്ത്രവാദിന്റെ സ്ത്രീയാണല്ലോ, അവരുടെ മനസ്സ് മാറ്റാനായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ആ ഒരു സാത്താൻ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും കൊല്ലും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പോകണം എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും ഈ ഒരു കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ഹീറോ നേരെ അവർ പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതും അവരത് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണ്, ഈ മന്ത്രവാദത്തിനുള്ള ഓരോ കാര്യങ്ങൾ. അതേസമയം ഹീറോ ആണെങ്കിൽ ആ സ്റ്റേജിലുള്ള ഓരോ പലകയും തടിയെല്ലാം ഇങ്ങനെ വലിച്ചിളക്കി മാറ്റുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് ശവശരീരങ്ങളുണ്ട്, ഒന്നും രണ്ടൊന്നല്ല കുറേ ഉണ്ട്. അങ്ങനെ അതിന് മുകളിൽ നിന്ന് ഒരു ശരീരം നമ്മുടെ ഹീറോ ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്കാണ് ഇവർ അന്വേഷിച്ച് വന്ന ആ ഒരു അഴുകിപ്പോയ ശരീരം ഉണ്ടല്ലോ അതിങ്ങനെ കിടക്കുന്നത്. അങ്ങനെ അവരത് കാണുമ്പോഴത്തേക്കും ആ ഒരു പയ്യൻ ഇപ്പോഴും ജീവനുണ്ട്, അവൻ കണ്ണു തുറന്നിട്ട് എന്നെ കൊല്ലെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആ ഒരു മന്ത്രവാദി ലേഡി നമ്മുടെ ഹീറോയോട് പറയും, അത് പറയുന്നത് ഒരിക്കലും കേൾക്കരുത്, ആ ഒരു ശരീരം എത്രയും പെട്ടെന്ന് മുകളിലേക്ക് എടുക്കുക എന്നിങ്ങനെ പറയുമ്പോൾ അത്രയും വലിയൊരു ശരീരം നമ്മുടെ ഹീറോയെ കൊണ്ട് എന്തായാലും മുകളിലേക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല. ഹീറോ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പെൺകുട്ടി ഹീറോയുടെ മുന്നിലേക്ക് വന്ന്, ഞാൻ പറയുന്നത് കേൾക്ക്, ആ ഒരു സാത്താനെ കൊല്ല്, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സാത്താൻ നിന്റെ കുട്ടികളെ കൊല്ലും, അതുപോലെ അത് ഈ ലോകത്തിലുള്ള എല്ലാവരെയും കൊല്ലും എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാത്താനാണെങ്കിലും ഹീറോയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്, നിന്റെ ഭാര്യ മരിക്കാൻ നീയാണ് കാരണം, നിന്റെ ചുറ്റിനുള്ള എല്ലാവരും മരിക്കാൻ നീയാണ് കാരണം, അടുത്തത് നിന്റെ കുട്ടികളെ കൊല്ലാൻ പോവാണെന്നെല്ലാം പറയുന്നതും ഹീറോയ്ക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഇവനാണെങ്കിലും പെട്ടെന്ന് പേടിയായി. അതുകൊണ്ട് ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു മന്ത്രവാദി ലേഡി പറയുന്നുണ്ട്, ഏയ് നീ എന്നെ വിട്ടിട്ട് ഒറ്റയ്ക്ക് പോകരുത് പ്ലീസ്, ഈ ഒരു കാര്യം ചെയ്ത് തീർത്തേ പറ്റൂ. അങ്ങനെ പറയുന്ന അതേ സമയം തന്നെ പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സ്കൂളിന്റെ ഡോറ് അങ്ങ് അടയുന്നതും ആ ഒരു മന്ത്രവാദി ലേഡിയെ അവിടെയുള്ള കുട്ടികളുണ്ടല്ലോ അവരെല്ലാം കൂടി ചേർന്നിട്ട് അവരവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഹീറോ ആണെങ്കിൽ ഈ ഒരു കാര്യം കണ്ട്
അവൻ ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പെട്ടെന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ അതിന് മുന്നേ തന്നെ ആ ഒരു സ്ത്രീ അവർ കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം ആ ഒരു സ്റ്റേജിനടിയിൽ നിന്നും ആ ഒരു പയ്യന്റെ ശരീരം അങ്ങനെ എഴുന്നേറ്റ് ഹീറോയെ നോക്കിയിട്ട് ആ ഒരു സാധാരണ ഇപ്പൊ അത്രയും സന്തോഷമായി ഹീറോയെ നോക്കി ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ. അപ്പോഴേക്കും ഹീറോയ്ക്കാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വന്ന് അവന്റെ കയ്യിലൊരായതുകൊണ്ട് അതും എടുത്തുകൊണ്ട് പോയി നല്ല രീതിയിൽ അവന്റെ തലയിലേക്ക് അടിച്ചടിച്ചടിച്ച് അവനെ കൊല്ലുന്നതും. എല്ലാ കുട്ടികളും നമ്മുടെ ഹീറോ ഇങ്ങനെ നോക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പോൾ ആ ഒരു അഴുകിപ്പോയ ശരീരം അത് അടിച്ച് പൊട്ടിച്ച് അങ്ങനെ കൊന്നതുകൊണ്ട് ആ ഒരു സാത്താൻ ഇപ്പോൾ പതിയെ ആ ഒരു ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു സാത്താനെ കാണിക്കുമ്പോഴത്തേക്കും ഒരു വലിയ മോൺസ്റ്ററിനെ പോലെയോ പേടിക്കുന്ന രൂപമൊന്നുമല്ല, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയെ പോലെയാണ് വെളിയിലേക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്ന് എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് അവന്റെ തലയിലേക്ക് ഇങ്ങനെ തടവി. അങ്ങനെ ആ ഒരു സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത് ആ ഒരു കുട്ടികളാണെങ്കിലും ആ ഒരു സാത്താന്റെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അവന്റെ സഹോദരൻ ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, അവൻ ജീവനോടെ തന്നെ ഉണ്ട്. ഹീറോ നേരെ വീടിനകത്തേക്ക് കയറിയിട്ട് കുളിക്കാന്നും പറഞ്ഞ് കുളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് കണ്ണടയിലൂടെ നോക്കുമ്പോൾ അവന്റെ നെറ്റിയിൽ വരച്ച ആ ഒരു 3 വരകളുണ്ടല്ലോ അത് മായ്ക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് മായ്ക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു സഹോദരൻ നേരെ ആ ഒരു തൊഴുത്തിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ തൊഴുത്തിന് മുകളിലായിട്ട് ഒരു ചെറിയ പയ്യനെ ഇവർ കിടത്തിയിരുന്നല്ലോ. ആ ഒരു പയ്യൻ ഇപ്പോൾ ഇവരോട് സത്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇവർ കാടിനകത്തൊരു ശരീരം കണ്ടിരുന്നല്ലോ. അയാളെ കൊന്ന് തിന്നതേ ഈ ഒരു പയ്യനാണ്. അതുമല്ലാതെ അവന്റെ സ്വന്തം അമ്മയെയും കൊന്നു തിന്നത് ഈ ഒരു പയ്യൻ തന്നെയാണ്. നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും കുളിച്ചു കഴിഞ്ഞിട്ട് അവൻ ഈ തീയെല്ലാം കൊണ്ട് അകത്തിരിക്കുമ്പോഴത്തേക്കാണ് അവന്റെ മകൻ വായിൽ സ്പൂൺ വെച്ചിട്ട് എന്തോ ചുമക്കെല്ലാം ചെയ്യുന്നു. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ ഓടി ചെന്നിട്ട് അവന്റെ വായിലേക്ക് കൈയിട്ട് വലിച്ചിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്നും ഒരുപാട് മുടി ഇങ്ങനെ കിട്ടും. അതുമല്ലാതെ രക്തം പറ്റിയ ഒരു ചെയിനും. അപ്പോഴാണ് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത്, ഹീറോ തന്റെ മകനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ ഒരു മുത്തശ്ശീനെ അതേപോലെ തന്നെ അവന്റെ മൂത്ത മകനെ ഇവിടെ വിട്ടിട്ടാണല്ലോ പോയത്. ആ ഒരു സമയത്ത് ആ ഒരു പയ്യൻ അവന്റെ അമ്മയെ തന്നെ ആ ഒരു മുത്തശ്ശിയെ കൊന്ന് തിന്നായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ വായിനുള്ളിൽ നിന്ന് ആ ഒരു ചെയിൻ ഇപ്പോൾ കിട്ടിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും ഹീറോ നല്ല രീതിയിൽ പൊട്ടിക്കരയാൻ തുടങ്ങും. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സാത്താൻ ഇനി അടക്കാൻ കഴിയത്തില്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അത്രയും വലിയൊരു ശിക്ഷയും കൂടി കൊടുത്തിട്ടാണ് അവൻ ഇനി മരിക്കുന്നത് വരെ ഈ ഒരു കാര്യം മറക്കത്തില്ല. അതേപോലെയുള്ള കാര്യം കൊടുത്തിട്ടാണ് ആ ഒരു സാത്താൻ ഭൂമിയിലേക്ക് ജനിച്ചു വീണതും. ഇനി എന്തായാലും ആ ഒരു സാത്താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അതോടെ ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ആ ഒരു സാത്താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ തന്നെ ഊഹിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൂവി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവി ആയിട്ട് വരുന്നത് വരെയും ബൈ.